നമ്മുടെ സുഹൃത്തായ VK രാജഗോപാൽ സാറിന് നമ്മുടെ പുതിന എന്നും വേണം. അപ്പൊ എന്നും രാവിലെ വന്ന് ഇവിടെ നോക്കും പുതിന സ്പിയർമിന്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് ഇലകൾ അത്ര കാര്യമായിട്ടില്ല, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്, നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് സാറും കുറച്ച് പറിക്കുന്നുണ്ട്. ഓക്കെ. ഈ എന്നും ഈ പുതിന കൊണ്ടുപോയിട്ടേ എന്താണ് ചെയ്യുന്നത്? ഇത് നമുക്ക് ചട്നി ഉണ്ടാക്കാം. നമുക്ക് ഈ മിൻറ്റ് ടീ ഉണ്ടാക്കാം. പക്ഷെ ഇത് മിൻറ്റ് ടീ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ സാധാരണ ഇതിലുള്ള പുതിന കേവലമായ നമ്മൾ പുതിന എന്ന് പറയുന്നതല്ല. ഇറച്ചിയിലും മസാല കറിയിലും ചേർക്കുന്ന പുതിന അല്ല ഇത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പുതിന കൂടുതൽ എഡിബിളാണ്. കാരണം ഇതിൽ ഒരു വോളറ്റൈൽ ഓയിലിൻ്റെ അംശം സാധാരണ രീതിയിലുള്ള പുതിനേക്കാൾ കുറവും, എന്നാൽ അത് നമുക്ക് കഴിക്കാനുള്ള നമ്മുടെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അതിൻ്റെ കണ്ടന്റ് ഇതിൽ കൂടുതലുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പുതിനയെ പറ്റി നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. കൂടുതൽ മാസീവ് കൺസംഷന് ഒരു വീടിലെ എല്ലാവർക്കും ഒരു ഡിസ്റ്റേസ്റ്റ് ഒന്നും കൂടാതെ ചട്നിയിൽ ഇത് ചേർത്താൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം. പുതിന ചട്നി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉണ്ടാക്കാവുന്ന പുതിന ടീ ഉണ്ടാക്കാവുന്ന ഇതിൽ ന്യൂട്രീഷണൽ ഇൻഗ്രീഡിയൻസ് വളരെ അമേസിങ്. അതുകൊണ്ട് തന്നെ ഇത് ഇൻ്റർനാഷണലി വളരെയേറെ പോപ്പുലറായ ഒരു ഐറ്റം പുതിനയാണിത്. ഇതിൻ്റെ യഥാർത്ഥ പേര് സ്പിയർമിൻ്റ് എന്ന്. ഇതിൻ്റെ പീറ്റിയോളാർ റീജിയൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാഡത്തിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഒരു കട്ട് ചെയ്ത് ഇങ്ങനെ വരുന്ന ഒരു സാധനം മാഡം ഈ പറയുന്നുണ്ട് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടറി ഫാക്ടർ ഇതിനകത്ത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ മാഡത്തിൻ്റെ ഇവിടെയുള്ള നമ്മുടെ ജൈവകരപരമുള്ള ഈ മിൻറ്റിൻ്റെ പേര് സ്പിയർമിൻ്റ്. അതിൻ്റെ ലീഫിൻ്റെ ആ പീറ്റിയോളാർ റീജിയണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു സ്പിയറിൻ്റെ രൂപമായി കാണും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ന്യൂട്രീഷനാണ്, കൂടുതൽ പഠിക്കേണ്ടതാണ്, കൂടുതൽ ഉപയോഗിക്കേണ്ടതാണ്. എന്തായാലും ഈ കൾട്ടിവേഷൻ്റെ 3-bet മെക്കാനിസം ഗംഭീരമായി. ഓക്കെ, സന്തോഷം.